ഹിസ്റ്ററോ ലാപ്രോസ്കോപ്പി എന്തുകൊണ്ട് ഫെർട്ടിലിറ്റി അസസ്മെൻറ്റിൽ ഗോൾഡ് സ്റ്റാൻഡേർഡ് ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറയുന്നു? ഹിസ്റ്ററോ ലാപ്രോസ്കോപ്പി എന്ന് പറയുന്നത് രണ്ട് ടേംസാണ്, അതായത് ഹിസ്റ്ററോവും ലാപ്രോസ്കോപ്പിയും. ഇതിൽ രണ്ട് പ്രൊസീജിയറാണ് ഒരേ സിറ്റിങ്ങിൽ ചെയ്യുന്നത്. ഹിസ്റ്ററോസ്കോപ്പിയിൽ 4 മില്ലിമീറ്ററിൽ താഴെ ഉള്ളൊരു സ്കോപ്പ് യൂട്രസിനകത്തേക്ക് കടത്തിവിട്ട് യൂട്രൈൻ ക്യാവിറ്റിയും യൂട്രൈൻ ട്യൂബ് ജംഗ്ഷനെല്ലാം മോണിറ്റർ ചെയ്യുന്ന ഒരു സംവിധാനമാണ്. അപ്പോൾ ഹിസ്റ്ററോസ്കോപ്പിയിലൂടെ യൂട്രസിനകത്തുള്ള ബുദ്ധിമുട്ടുകളെല്ലാം നമുക്ക് അസസ് ചെയ്യാം. ലാപ്രോസ്കോപ്പി എന്ന് പറയുന്നത് അബ്ഡോമിനിലൂടെ കടത്തിവിടുന്ന സ്കോപ്പിലൂടെ യൂട്രസിന് പുറമേയും ട്യൂബും ഓവറീസും അതെല്ലാം ഒരേ സിറ്റിങ്ങിൽ അസസ് ചെയ്യാം. ഇത് രണ്ടും കൂടാണ്ട് സെർവിക്സ് വഴി കടത്തിവിടുന്ന ഡൈ കൃത്യമായിട്ട് ഫെലോപ്പിയൻ ട്യൂബ് വഴി അബ്ഡോമിൻ്റെ അകത്തേക്ക് വരുന്നുണ്ടോ എന്നുള്ളൊരു കാര്യം കൂടെ നമുക്ക് വിഷ്വലൈസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ആ ഒരു വിഷ്വലൈസേഷനിലൂടെ യൂട്രൈൻ ക്യാവിറ്റിയിലോ ട്യൂബിലോ ഒന്നും ബ്ലോക്ക് ഇല്ല എന്നുള്ള കാര്യം ഉറപ്പുവരുത്താം. പക്ഷേ ഇതിൻ്റെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഇത് വെറും ഒരു ഡയഗ്നോസ്റ്റിക് പ്രൊസീജിയർ അല്ല. ഈ പ്രൊസീജിയറിലൂടെ എന്തെങ്കിലും പോരായ്മകൾ കണ്ടെത്തിയാൽ അതേ സിറ്റിങ്ങിൽ തന്നെ അത് ഓപ്പറേറ്റ് ചെയ്ത് ട്രീറ്റ് ചെയ്യാനും കൂടെ പറ്റും. ഇതുകൊണ്ടാണ് ഇതിനെ ഫെർട്ടിലിറ്റി അസസ്മെൻറ്റിൽ ഒരു ഗോൾഡ് സ്റ്റാൻഡേർഡ് പ്രൊസീജിയർ എന്ന് പറയുന്നത്. ഈ ഒരു പ്രൊസീജിയർ കംപ്ലീറ്റ് ചെയ്ത് ഫീമെയിൽ പെൽവിക് സിസ്റ്റം അസസ് ചെയ്ത് കഴിഞ്ഞാൽ ഇനി മറ്റ് യാതൊരുവിധ ടെസ്റ്റുകളോ ഒന്നും ആവശ്യം വരാറില്ല.